അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ ആദ്യത്തെ 30 മിനിറ്റിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ രക്തധമനികളുടെ ഭാവി പലപ്പോഴും തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സൂപ്പർ പവർ കോമ്പിനേഷൻ ട്രിക്ക് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രക്തധമനികൾ വികസിക്കുന്നുണ്ട്, BP കൺട്രോളിൽ കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ ഹൃദയ രക്തധമനികളിൽ ഓക്സിജന്റെ അളവ് കൂടുന്നുണ്ട്. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ രക്തധമനികൾ പൊതുവെ ഭയങ്കര സ്റ്റിഫായിരിക്കും, അതുപോലെ ചുങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത് നല്ല ഇലാസ്റ്റികതയുള്ള രക്തധമനികളും അതുപോലെ വികസിച്ചിരിക്കുന്ന രക്തധമനികളുമാണ്. എങ്കിൽ മാത്രമേ രക്തയോട്ടം വേണ്ട രീതിയിൽ കിട്ടുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഉടനെ 1/2 ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് സൂര്യപ്രകാശം കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, സൂര്യപ്രകാശം വേണം, ബീട്രൂട്ട് ജ്യൂസ് വേണം, നടത്തം വേണം. ഇതിൽ സൂര്യപ്രകാശം എന്താണ് ചെയ്യുക? നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെ റീസെറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന കെമിക്കൽ രക്തധമനിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. നൈട്രിക് ഓക്സൈഡ് ആണ് രക്തധമനികളെ വികസിപ്പിക്കുന്നത്, രക്തയോട്ടം കൂട്ടുന്നത്. നടത്തം സ്വാഭാവികമായിട്ടും ശരീരത്തിലെ മൊത്തത്തിലുള്ള രക്തയോട്ടത്തെ എളുപ്പത്തിലാക്കുകയാണ്. ബീട്രൂട്ട് ജ്യൂസ് എന്താണ് ചെയ്യുക? അതിനകത്ത് ഒരുപാട് നൈട്രേറ്റ്സ് ഉണ്ട്. ഈ നൈട്രേറ്റ്സ് ആണ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നതും രക്തധമനികൾക്ക് ആരോഗ്യം കൊടുക്കുന്നതും. അപ്പോൾ ഈ മൂന്നും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ രക്തധമനികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ പവർ കിട്ടുകയാണ്. രാവിലെ എണീക്കുമ്പോഴാണ് എപ്പോഴും രക്തധമനികൾ സ്റ്റിഫായിട്ട് നിൽക്കുന്നത്.